തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഈസ്റ്ററിന് മുമ്പുള്ള 2ാം ഞായറാഴ്ചയാണിത്. നോമ്പിലെ 5ാം ഞായറാഴ്ചയാണിത്. പാശ്ചാത്യ സഭകളിൽ പാഷൻ സൺഡേയായി ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ക്രോസ് ആൻഡ് എ ന്യൂ പാരഡൈം ടു ഡിസൈപ്പിൾഷിപ്പ്, കുരിശും ശിഷ്യത്വത്തിൻ്റെ നവീന മാതൃകയും എന്നുള്ള വിഷയത്തിൽ 92ാം സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന, ക്രൂശ് വഹിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്. 92ാം സങ്കീർത്തനം ഹിസ് ബ്ലെസ്സിങ്സ് ഓൺ ദ റൈച്ചസ്. ആ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, 92ാം സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹമാണ്. നീതിപൂർവം നമ്മൾ ത്യാഗം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. 10ാം വാക്യത്തിൽ, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർക്കും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. God exalts the whole strength of the righteous and consecrates him for service, anointed. അതൊരു അഭിഷേകമാണ്. കാട്ടുപോത്തിൻ്റെ കൊമ്പ് കണ്ടാൽ നല്ല എണ്ണ തേച്ച കൊമ്പ് പോലിരിക്കും. ഭയങ്കര പവറാണ്. കാട്ടുപോത്തിന് ഭയങ്കര ശക്തിയാണ്. ഒരു വിശുദ്ധമായി നോമ്പെടുക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ശക്തി എന്ന് പറയുന്നതാണ്. പ്രത്യേകമായ ഒരു ശക്തിയാണ് അവന് ലഭിക്കുന്നത്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുവിൽ കയറി നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ തഴിക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ദ റൈച്ചസ് ഫ്ലറിഷ് ആൻഡ് ആർ സ്ട്രോങ്, ദേ ആർ സെക്യൂർ ആൻഡ് ഫ്രൂട്ട്ഫുൾ. അവർ സ്ട്രോങ് ആകുക മാത്രമല്ല, അവർ സെക്യൂർ ആയിരിക്കും. അവർ ഫലം കായ്ക്കുന്നവരായിരിക്കും. അവരെക്കൊണ്ട് പ്രയോജനമുള്ളവരായിരിക്കും. അവരെ കണ്ടാൽ പോലും അനുഗ്രഹമായിരിക്കും. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹമായിരിക്കും. ഒരു ദൈവ ക്രിസ്തു ശിഷ്യന്, ക്രിസ്തു ഭക്തന് ഇപ്രകാരമുള്ള ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനായി, ദൈവത്തിൻ്റെ നോട്ടത്തിൽ നീതിമാനായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണേണ്ടതിന് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പാഷൻ സൺഡേയിൽ ഈ നോമ്പുകാലത്ത് നമ്മളെ തന്നെ ഒത്തിരി ശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ ക്രമീകരിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും തമ്പുരാൻ കൃപ നൽകട്ടെ, ശക്തി നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ആവരിക്കണമേ. ഈ നോമ്പുകാലത്തിൽ നോമ്പ് നോക്കി തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് ജീവിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവീയ ശക്തിയുടെ വ്യാപാരം അത്ഭുതകരമായി വ്യാപരിച്ചാട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീൽമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവെ, വിദ്യാർത്ഥികൾ, പലതര തെറ്റിലും കുറ്റത്തിലും പ്രയാസത്തിലും ഡ്രഗ്സിലുമൊക്കെ അകപ്പെട്ടിരിക്കുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഏതവസ്ഥയിലും ഇരുന്ന ദൈവ പൈതലായി ദൈവശക്തി പ്രാപിച്ച് മുൻപോട്ട് നയിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ.
യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മുഖത്ത്, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.